ഹായ് വെൽക്കം ടു ഈസി എക്സൽ. ഇന്നത്തെ വീഡിയോ VLOOKUP ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. VLOOKUP എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലുക്കപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഒരു വലിയൊരു ഡേറ്റയെ നമ്മൾ വെർട്ടിക്കലായിട്ട് സെർച്ച് ചെയ്ത് അതിൽ നിന്നും നമുക്ക് വേണ്ട വാല്യൂ നമ്മൾ റിട്രീവ് ചെയ്യുന്നതിനെയാണ് VLOOKUP എന്ന് പറയുന്നത്. എക്സലിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിൽ ഒന്നാണ് VLOOKUP ഫംഗ്ഷൻ. ഇതിനൊരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എംപ്ലോയി ID, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, ജെൻഡർ, ഹയർ ഡേറ്റ്, സാലറി, ഈ കാര്യങ്ങളാണ് ഈ ഒരു ഡേറ്റയിൽ കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു ഡേറ്റയിൽ നിന്ന് കുറച്ച് റാൻഡമായിട്ട് എംപ്ലോയ്മെൻറ്റ് ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു എംപ്ലോയ്മെൻറ്റ് IDയിലുള്ള ആൾക്കാരുടെ പേരും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റും സാലറിയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് ആദ്യം നെയിം എന്നുള്ളിടത്ത് ആദ്യത്തെ സെല്ല് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈക്വൽ സൈൻ കൊടുത്തിട്ട് VLOOKUP എന്ന് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ഓപ്പൺ പരന്തസിസ് കൊടുക്കാം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 4 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഈ 4 ആർഗ്യുമെൻറ്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഇവിടെ ഇൻസേർട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഫംഗ്ഷൻ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു വിൻഡോ വരും. അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഈ 4 ആർഗ്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെയാണ് ലുക്കപ്പ് വാല്യൂ. ഇവിടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ടു ബി ഫൗണ്ട് ഇൻ ദി ഫസ്റ്റ് കോളം ഓഫ് ദി ടേബിൾ. അതായത് ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ID ആണ്. കാരണം നമ്മൾ എംപ്ലോയ്മെൻറ്റ് ID വെച്ചിട്ടാണ് ഇവിടെ നെയിമും ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ലുക്കപ്പ് വാല്യൂ എംപ്ലോയ്മെൻറ്റ് ID ആണ്. അത് ഫസ്റ്റ് കോളം ആയിരിക്കണം. അതായത് നമ്മുടെ ഈ ഒരു ഡേറ്റയിലെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ആ ഒരു ലുക്കപ്പ് വാല്യൂ ആയിരിക്കണം. അതായത് ഇവിടുത്തെ എംപ്ലോയ്മെൻറ്റ് ID എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് കോളം ആയിരിക്കണം. അടുത്ത ടേബിൾ അറേ ആണ്. ടേബിൾ അറേ എന്ന് വെച്ചാൽ ഈസ് എ ടേബിൾ ഓഫ് ടെക്സ്റ്റ്, നമ്പേഴ്സ് ഓർ ലോജിക്കൽ വാല്യൂസ് ഇൻ വിച്ച് ഡേറ്റ ഈസ് റിട്രീവ്ഡ്. നമുക്ക് ഡേറ്റ ഏതൊരു ടേബിളിൽ നിന്നാണോ റിട്രീവ് ചെയ്യേണ്ടത് ആ ഒരു ടേബിളാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്ക് ഇവിടുത്തെ ഈ ഒരു ഡേറ്റാബേസ് ആണ് എൻ്റെ ടേബിൾ അറേ എന്ന് പറയുന്നത്. അടുത്ത് കോളം ഇൻഡെക്സ് നമ്പറാണ്. അതായത് ഈസ് ദി കോളം നമ്പർ ഇൻ ടേബിൾ അറേ ഫ്രം വിച്ച് ദി മാച്ചിങ് വാല്യൂ ഷുഡ് ബി റിട്ടേൺഡ്. അപ്പം നമുക്ക് കിട്ടേണ്ട ആ ഒരു വാല്യൂ ടേബിൾ അറേക്കുള്ളിൽ എത്രാമത്തെ കോളത്തിലാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നെയിം എന്ന് പറയുന്ന ആ ഒരു കോളത്തിന് അവിടെ ആണല്ലോ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അപ്പം നെയിം എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റാബേസിൽ രണ്ടാമത്തെ കോളത്തിനകത്താണ് ഉള്ളത്. ഒന്നാമത്തേത് എന്തായാലും ലുക്കപ്പ് വാല്യൂ ആണ്, അതായത് എംപ്ലോയ്മെൻറ്റ് ID ആണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളത് നോക്കുന്നത്. അപ്പം നെയിം എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്, എംപ്ലോയ്മെൻറ്റ് ID 1, നെയിം 2, ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ കോളം. അപ്പം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ 3 എന്ന് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ഇനി അടുത്തത് റേഞ്ച് ലുക്കപ്പ് ആണ്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഈസ് എ ലോജിക്കൽ വാല്യൂ ടു ഫൈൻഡ് ദി ക്ലോസസ്റ്റ് മാച്ച് ഇൻ ദി ഫസ്റ്റ് കോളം. അപ്പം അതാണ് ട്രൂ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ക്ലോസസ്റ്റ് മാച്ച് മതിയെന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂവിന് അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും വാല്യൂ മതിയെന്നുണ്ടെങ്കിൽ ട്രൂവും, ഇനി അഥവാ എക്സാക്റ്റ് മാച്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഫോൾസുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ട്രൂ എന്നുള്ളിടത്ത് നമുക്ക് വേണമെങ്കിൽ 1 എന്നും ഫോൾസ് എന്നുള്ളിടത്ത് 0 എന്ന് കൊടുത്താലും മതി. അങ്ങനെ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് ക്യാൻസൽ കൊടുക്കാം. ഇനി ഇവിടെ ഒന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇസ് ഈക്വൽ ടു കൊടുത്തിട്ട് VLOOKUP എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ലുക്കപ്പ് വാല്യൂ കൊടുക്കാം. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് IDയുടെ ഫസ്റ്റ് സെല്ലാണ് കൊടുക്കേണ്ടത്. J6 കൊടുക്കണം. എന്നിട്ട് ഈ J6 എന്ന് പറയുന്നത് റിലേറ്റീവ് സെൽ റെഫറൻസിലാണ് കിടക്കുന്നത്. അതിനെ അബ്സല്യൂട്ട് ആക്കി മാറ്റണം. കാരണം ഇവിടെ ഇപ്പം നെയിം എന്ന് പറയുന്ന ആ ഒരു കോളത്തിലാണ് ഇപ്പം ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ നെയിമിലെ ഈ ഒരു സെല്ല്, ഈ K6 എന്ന് പറയുന്ന സെല്ല് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും. ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും കണ്ടുപിടിക്കാൻ വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു എംപ്ലോയ്മെൻറ്റ് IDയുടെ ഈ J6 എന്ന് പറയുന്ന ആ ഒരു സെല്ല് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് മുന്നോട്ട് ഈ അടുത്ത കോളത്തിലേക്ക് മാറിപ്പോവും. അപ്പം J6 എന്ന് പറയുന്നത് K6 ആയിട്ട് മാറും, L6 ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി ഇതിനെ ഫിക്സ് ചെയ്ത് നിർത്തണം. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേറ്റീവ് സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് ആക്കി മാറ്റണം. ഇപ്പോൾ ഇത് അബ്സല്യൂട്ട് ആക്കാതെ തന്നെ റിലേറ്റീവിൽ തന്നെ ചെയ്യാം. അപ്പം എങ്ങനെയായിരിക്കും റിസൾട്ട് വരുന്നത് നോക്കാം. അതിനുശേഷം ഈ റിലേറ്റീവിനെ അബ്സല്യൂട്ട് ആക്കി മാറ്റാം. ഇനി കോമ ഇടാം. കോമ ഇട്ടതിന് ശേഷം അടുത്തത് ടേബിൾ അറേ ആണ്. ടേബിൾ അറേ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റാബേസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഡേറ്റാബേസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഹെഡിങ് ഇല്ലാതെയും സെലക്ട് ചെയ്യാം, അതോടുകൂടിയും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+Shift ഡൗൺ ആരോ പ്രസ് ചെയ്യാം, പിന്നെ Ctrl+Shift റൈറ്റ് ആരോയും കൂടെ പ്രസ് ചെയ്താൽ നമുക്ക് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഈ ടേബിൾ അറേയും നമ്മൾ അബ്സല്യൂട്ട് ആക്കി മാറ്റണം. കാരണം ഇവിടെ ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും കണ്ടുപിടിക്കാൻ നേരം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു സെലക്ട് ചെയ്ത ഈ സെല്ലും
മാറി മാറി പോകും, അടുത്ത കോളത്തിലേക്ക് മാറും. അപ്പം ബി എന്നുള്ള ഇപ്പം എ തൊട്ട് എഫ് വരെയാണല്ലോ സെലക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കോളം ബിയിൽ നിന്ന് ജിയിലേക്ക് മാറും അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിനും. സാലറി കൊടുക്കുമ്പോഴത്തേക്കിനും സി തൊട്ട് എച്ച് വരെ ആയിരിക്കും സെലക്ട് ആയി കിടക്കുന്നത്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഇതിനെ അബ്സല്യൂട്ടാക്കി മാറ്റണം. അപ്പോൾ അതും റിലേറ്റീവിൽ തന്നെ കിടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് മാറ്റി കൊടുക്കാം. ഇനി കോമ ഇടാം. അടുത്തത് കോളം ഇൻഡെക്സ് നമ്പറാണ്. ഇവിടെ നെയിം എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ അരയ്ക്കുള്ളിൽ രണ്ടാമത്തെ കോളത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് 2 എന്ന് കൊടുക്കാം. അതിനുശേഷം കോമ ഇട്ടിട്ട് അടുത്തത് റേഞ്ച് ലുക്കപ്പാണ്. റേഞ്ച് ലുക്കപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഫോഴ്സ് ആണ് കൊടുക്കേണ്ടത്, കാരണം എക്സാക്റ്റ് മാച്ചാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സിന് പകരം 0 എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇപ്പോൾ ഇവിടെ ഫോഴ്സ് എന്ന് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എൻ്റർ അടിക്കാം. ഇപ്പം ആദ്യത്തെ പേര് കിട്ടി. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അത് നമുക്ക് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സാലറി, അത് രണ്ടിലേക്കും ഈ ഒരു ഫോർമുല പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ വർക്കർ എന്നും സാലറിയുടെ അവിടെ എഫ് എന്നുമാണ് വന്നേക്കുന്നത്. അതായത് ജെൻഡറിൻ്റെ ആ ഒരു ഫീമെയിൽ എന്നുള്ള എഫ് ആണ് അവിടെ വന്നേക്കുന്നത്. ഇനി ആ ഒരു ഫോർമുല എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഇവിടെ K6 എന്ന് പറയുന്ന ആ ഒരു സെല്ല് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ആ ഫോർമുല ബാറിൽ നമുക്ക് അതിൻ്റെ ഫോർമുല കാണാൻ പറ്റും. ആ ഫോർമുലയ്ക്കുള്ളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഏതൊക്കെ സെല്ലുകളാണ് നമ്മൾ ഫോർമുലയിൽ ഉപയോഗിച്ചേക്കുന്നതെന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് J6ഉം പിന്നെ ടേബിൾ അറേ എന്ന് പറയുന്നത് A1 to F31 വരെ ആയിരുന്നു. പക്ഷേ നമ്മൾ L6 എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റും ഇവിടെ ഇപ്പം നമ്മൾ ലുക്കപ്പ് വാല്യൂ എന്നുള്ളത് J6ൽ നിന്ന് K6ലേക്ക് മാറി. അത് നമ്മൾ റിലേറ്റീവിനെ ആബ്സല്യൂട്ടാക്കി മാറ്റാഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്നത്. അതുപോലെ തന്നെ ടേബിൾ അറേയുടെ അവിടെ നോക്കിയാലും A to F വരെയായിരുന്നു നമ്മൾ സെലക്ട് ചെയ്തത്. പക്ഷേ ഇപ്പം B to G വരെയാണ് സെലക്ട് ആയി കിടക്കുന്നത്. ഇപ്പം M6 എന്നുള്ളത് നോക്കിയാലും നമ്മുടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് L6ഉം പിന്നെ ടേബിൾ അറേ എന്ന് പറയുന്നത് A1 to H31 ആണ്. ഇനി ഇത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് K6ൽ പോയിട്ട് നമുക്ക് ആ രണ്ട് സെൽ റെഫറൻസും അബ്സല്യൂട്ടാക്കി മാറ്റാം. ഫോർമുല ബാറിൽ J6 എന്നുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് കീബോർഡിൽ F4 എന്ന് പറയുന്ന കീ 3 തവണ പ്രസ് ചെയ്യണം. ഇവിടെ F4 കീ എന്തിനാണ് 3 തവണ പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ കോളം മാത്രം ലോക്ക് ചെയ്താൽ മതി, റോ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ റോ എന്ന് പറയുന്നത് നമ്മൾ താഴോട്ട് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ഓരോ സെല്ലും മാറി മാറി വരേണ്ടതുണ്ട്. അതുകൊണ്ട് റോ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ കോളം മാറാൻ പാടില്ല. അതുകൊണ്ടാണ് കോളം മാത്രം ലോക്ക് ചെയ്യുന്നത്. അതിവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും J എന്ന് പറയുന്നത് കോളമാണല്ലോ, അപ്പം കോളത്തിന് മുമ്പാണ് ഡോളർ സിമ്പൽ വന്നേക്കുന്നത്. ഇനി ഇവിടെ ടേബിൾ അറേയും കൂടെ അബ്സല്യൂട്ടാക്കി മാറ്റണം. അതിനായിട്ട് A1 to F31 എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം F4 കീ ഒരു തവണ പ്രസ് ചെയ്യണം. ഇവിടെ റോയും കോളവും രണ്ടും മാറാൻ പാടില്ല, രണ്ടും ഫിക്സ് ആക്കി വെക്കണം. അതുകൊണ്ടാണ് F4 കീ ഒരു തവണ പ്രസ് ചെയ്യുന്നത്. ഇനി എൻ്റർ അടിച്ചതിന് ശേഷം ഒന്നുകൂടി ഈ ഒരു ഫോർമുല പേസ്റ്റ് ചെയ്യാം. ഇപ്പം എല്ലാ സെല്ലിലും ആ ഒരു ഫോർമുല പേസ്റ്റ് ചെയ്തു. ഇനി ഡിപ്പാർട്ട്മെൻറ്റിൽ L6 എന്ന് പറയുന്ന ആ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളതിൻ്റെ കോളം ഇൻഡെക്സ് നമ്പർ എത്രയാണെന്ന് നോക്കണം. അതായത് എംപ്ലോയ്മെൻറ്റ് ഐ ഡി ആണ് ഫസ്റ്റ് കോളം. അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 1 2 3 തേർഡാണ്, മൂന്നാമത്തെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളം. അപ്പം നമ്മളിവിടെ 2 എന്നുള്ളത് മാറ്റിയിട്ട് 3 എന്നാക്കണം. അതിനുശേഷം എൻ്റർ അടിക്കാം. ഇനി അടുത്തത് സാലറിയുടെയാണ് ചെയ്യേണ്ടത്. സാലറിയുടെ M6 എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അതും ഇതുപോലെ തന്നെ കോളം ഇൻഡെക്സ് നമ്പർ മാറ്റി കൊടുക്കണം. സാലറിയുടേത് 1 2 3 4 5 6 ആറാമത്തെയാണ് സാലറി കോളം നമ്പർ. അപ്പം അവിടെ 2 എന്നുള്ളത് മാറ്റിയിട്ട് 6 എന്നുള്ളത് കൊടുക്കാം. ഇനി എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇവിടെ ഈ 1 2 1 5 എന്നുള്ളതിൻ്റെ പേരും ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും ഇപ്പം കറക്റ്റായിട്ട് കിട്ടി. ഇനി ഇതൊന്ന് ഈ മൂന്നെണ്ണവും ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആ പ്ലസ് സിമ്പൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ കൊടുത്തിരുന്ന എംപ്ലോയ്മെൻറ്റ് ഐ ഡിയുടെ എല്ലാം നെയിമും ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും കിട്ടി. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ 1240 എന്നുള്ളത് ആലീസ് മാനേജർ 6400, ഇത് കറക്റ്റാണ്. ഇനി 1258 ആണെങ്കിൽ ബെഞ്ചമിൻ ക്ലർക്ക് 6500, ഇതെല്ലാം കറക്റ്റാണ്. അപ്പം നമുക്ക് ഫുള്ള് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 ഷീറ്റിലായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ രണ്ടാമത്തെ ഒരു ഷീറ്റിൽ കുറച്ച് എംപ്ലോയ്മെൻറ്റ് ഐ ഡി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ നെയിമും ഡിപ്പാർട്ട്മെൻറ്റും സാലറിയും കണ്ടുപിടിക്കണം. അതിനായിട്ട് ആദ്യം C3 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈക്വൽ സൈൻ കൊടുത്തിട്ട് VLOOKUP എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം.
എന്നിട്ട് ഓപ്പൺ പാരാന്തസിസ് കൊടുത്തതിന് ശേഷം B3 എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതാണ് അവിടുത്തെ ലുക്കപ്പ് വാല്യൂ. ഇനി B3 എന്ന് പറയുന്ന ആ ഒരു സെല്ല് അബ്സല്യൂട്ട് ആക്കി മാറ്റണം. ആ ഒരു കോളം ചേഞ്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് നമ്മൾ F4 കീ 3 തവണ പ്രസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ B കോളം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കോമ ഇടാം. അതിനുശേഷം ടേബിൾ അരയാണ്. അത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ആ ഒരു ഷീറ്റിലാണ്. ആ ഒരു ഷീറ്റ് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഫോർമുല ബാറിൽ കാണാൻ പറ്റും എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അത് കുഴപ്പമില്ല. ഇനി ടേബിൾ സെലക്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യത്തെ സെല്ല് ഇപ്പം ഹെഡിങ് സെലക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ A2 തൊട്ടായാലും സെലക്ട് ചെയ്താൽ മതി. A2ൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ കൺട്രോൾ ഷിഫ്റ്റ് റൈറ്റ് ആരോ പ്രസ് ചെയ്യാം. ഇനി ഇതിനെ അബ്സല്യൂട്ട് ആക്കി മാറ്റണം. അതിനായിട്ട് F4 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഇത് അബ്സല്യൂട്ട് ആയിട്ടുണ്ട്. ഇനി കോമ ഇടാം. അടുത്തത് കോളം ഇൻഡെക്സ് നമ്പറാണ്. നമ്മൾ നെയിം എന്ന് പറയുന്ന കോളത്തിലാണല്ലോ ഇപ്പം ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ടേബിൾ അരയ്ക്കുള്ളിൽ നെയിം എന്ന് പറയുന്നത് എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കണം. ഇത് രണ്ടാമത്തെയാണ്. അതുകൊണ്ട് ഇവിടെ 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഇതെല്ലാം ഈ ഒരു ഷീറ്റിൽ ഈ ഫോർമുല ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കോമ ഇടാം. അടുത്തത് റേഞ്ച് ലുക്കപ്പ് ആണ്. ഇവിടെ ഫോൾസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. എക്സാക്ട് മാച്ച് ആണ് ഇവിടെ കിട്ടേണ്ടത്. അതുകൊണ്ട് ഫോൾസ് എന്നുള്ളത് കൊടുക്കാം. അല്ലെങ്കിൽ 0 എന്ന് കൊടുത്താലും മതി. അതിനുശേഷം എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇവിടെ ബെൽ ടോം എന്ന് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ പേര് കിട്ടിയിട്ടുണ്ട്. അത് കറക്റ്റാണ്. ഇനി ഇത് ആ ഒരു സെല്ല് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് സാലറിയിലേക്ക്. അതിനുശേഷം D3 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് കോളം നമ്പർ ആണെന്നുള്ളത് നോക്കണം. ഡിപ്പാർട്ട്മെൻറ്റ് 3ാമത്തെ കോളത്തിലാണ്. അതുകൊണ്ട് 2 എന്നുള്ളത് മാറ്റിയിട്ട് 3 എന്ന് കൊടുക്കണം. ഇനി അടുത്ത സാലറിയാണ്. അതിൻ്റെയും സെലക്ട് ചെയ്തിട്ട് അത് എത്രാമത്തെ കോളത്തിലാണെന്ന് നോക്കണം. ഇപ്പോൾ ഇവിടെ സാലറി എന്ന് പറയുന്നത് 6ാമത്തെ കോളത്തിലാണ്. അപ്പോൾ നമ്മൾ അവിടെ 2 മാറ്റിയിട്ട് 6 എന്നുള്ളതാക്കണം. ഇനി എൻ്റർ അടിക്കാം. ഇപ്പോൾ ഇവിടെ ആ ഒരു എംപ്ലോയ്മെൻറ്റ് ID ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അത് ബെൽ ടോം എന്ന് പറയുന്നത് മാനേജർ 5400. അത് കറക്റ്റാണ്. ഇനി ഈ 3 സെല്ലും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഫുള്ള് ആൻസർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കുറച്ച് എംപ്റ്റി ആയിട്ട് സെല്ല് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ആ സെല്ലുകളിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ളത് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എംപ്റ്റി ആയിട്ടുള്ള സെല്ലിൽ ഇത് അപ്ലൈ ചെയ്താൽ ഇങ്ങനെ കാണിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് VLOOKUP ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്